കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അധ്യക്ഷനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പുറത്തു നിന്നുള്ള 5 അംഗ ഡോക്ടർമാരുടെ സമിതിയെയാണ് പരിശോധനയ്ക്കായി നിയോഗിച്ചത്. രോഗികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും 4 മരണവും സമിതി പരിശോധിക്കും. മരണം പുകശ്വസിച്ചതിനെ തുടർന്നല്ലെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ട്. മെഡിക്കൽ ടീം വരുന്നുണ്ട്. അത് ഈ രോഗികളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനാണ്. അതായത് രോഗികൾക്കുണ്ടായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് ബേസ് ചെയ്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനാണ് ആ ടീം വരുന്നത്. പൂർണ്ണമായിട്ട് പഠിച്ചിട്ടാണ് ഒരു റിപ്പോർട്ട് വരിക. 5 പേരടങ്ങുന്ന ടീമാണ്. അടച്ചിട്ട അത്യാഹിത വിഭാഗം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കാൻ ദിവസങ്ങൾ കഴിയും. 2 ദിവസത്തിനകം ഓപ്പറേഷൻ തിയേറ്റർ അടക്കം പ്രവർത്തനം തുടങ്ങാനാണ് ശ്രമം. എത്രയും പെട്ടെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും അതേപോലെ പോലീസ് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തുറന്ന് ജനങ്ങൾക്കായിട്ട് വീണ്ടും നമ്മൾ പഴയ രീതിയിലേക്ക് ആ സർവീസ് കൊടുക്കാൻ എത്രയും പെട്ടെന്നുള്ള അതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ അവലോകന യോഗം ചേർന്നു. UPS യൂണിറ്റിൽ ബാറ്ററി സ്ഥാപിച്ച കമ്പനിയുടെ പ്രതിനിധികളെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി. ബാറ്ററി യൂണിറ്റിലെ ഒന്ന് ഷോർട്ടേജ് കാരണം ചൂടായി പൊട്ടിത്തെറിച്ചു. ഇതിൽ നിന്നും ബാക്കി 33 ബാറ്ററികളിലേക്കും തീ പടർന്നു. ഇതാണ് അപകടത്തിന് കാരണമായത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഫോറൻസിക് വിഭാഗവും സർക്കാരിന് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.